குருவே அன்னை, குருவே தந்தை, குருவே ஆசான், குருவே தெய்வம், குருவின் சன்னதி கொடுப்பது நிம்மதி, குருதான் எமக்கு எல்லாம். ஓம் ശരവണ ബാബാ. നമസ്കാരം. സദ്ഗുരു ശ്രീ ശരവണ ബാബാജിയുടെ 46-ാം ജന്മദിനാഘോഷ പരിപാടികൾ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിഭേദമന്യേ നിരവധി ഭക്തരാണ് അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. ശരവണ ബാബാജിയുടെ 46-ാം ജന്മദിനമാണ്. ജന്മദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നത്? ഓം ശരവണ ഭവ. മഠത്തില് സ്വാമിജിക്ക് ഈ ഒരു ദിവ്യശക്തി കിട്ടിയതിന് ശേഷം സ്ഥിരമായിട്ട് ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സമാജത്തിലെ അനേകം ആയിരങ്ങളെ സാമാജിക തപശക്തിയോടെ ആകർഷിച്ച് തൻ്റെ അരികിലെത്തുന്ന എല്ലാവർക്കും ഇന്ന് ഭൗതികപരമായ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, സങ്കീർണതകൾ അതിനൊക്കെ സമാശ്വാസം നൽകി അവരെ ഒരു ഈശ്വരീയ പാതയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ് ശരവണ കാലങ്ങളായി നടത്തി വരുന്നത്. ആധ്യാത്മികപരമായിട്ട് ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്. ശിവരാത്രി സമയത്ത് അതിരുദ്ര മഹായാഗം 121 വൈദിക ശ്രേഷ്ഠന്മാരുടെ നേതൃത്വം നടത്തപ്പെടുന്ന ഈ ആത്മീയ പരിപാടികൾ നടക്കും, യാഗം നടക്കും. അതുപോലെ തന്നെ നവരാത്രി കാലത്ത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന അഭിഷേക അലങ്കാര പൂജകൾ, അതുപോലെ തന്നെ തൈപ്പൂജ സമയത്ത് വലിയ ഘോഷയാത്രയോട് നടക്കുന്ന വലിയ ഉത്സവം, ഇതൊക്കെയാണ് ശരവണത്തിൽ പ്രധാന ആധ്യാത്മിക പരിപാടികൾ. അതുപോലെ തന്നെ എല്ലാ ആയില്യം നാളിലും ഇവിടെ പ്രത്യേകമായിട്ട് ആയില്യം പൂജയുണ്ടാവും. ദക്ഷിണാമൂർത്തി ഗുരുപീഠത്തിലെ എല്ലാ പൗർണമി നാളും വിശേഷം പൂജകൾ. അവർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ അതിവിശേഷമായിട്ടുള്ള പ്രതിഷ്ഠ നടത്തിയത് കല്യാണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ വിവാഹം നടക്കാത്തവർ, ജാതകദോഷം ഉള്ളവർ, അവർക്ക് അത് വെച്ച് ജാതകം വെച്ച് പൂജ, അതിൻ്റെ പരിഹാര ക്രിയകളും കർമ്മങ്ങളൊക്കെ ഇവിടെ നൽകി വരാറുണ്ട്. ഈ ആത്മീയ പരിപാടികളൊക്കെ എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ബാബാജി നടത്തുന്നുവോ സമാനമായ രീതിയിലാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഉപരിയാണ് സേവന പ്രവർത്തനം മുൻതൂക്കം നൽകുക. അതായത് സമാജത്തിലറിയാം, സമൂഹം മുഴുവൻ കിട്ടുന്ന സാമ്പത്തിക അവനവൻ്റെ കാര്യങ്ങൾക്ക് മാത്രം വിനിയോഗിച്ച് ജീവിക്കുമ്പോൾ അതല്ല. മനുഷ്യ ധർമ്മം എന്നുള്ളത് സമാജത്തെ സേവിക്കുക, സഹായിക്കുക, ആരോഗ്യമില്ലാത്ത സഹായിക്കുക, അവർക്ക് സമാശ്വാസം നൽകുക. ഇതെല്ലാ പൗരന്മാരുടെയും കടമയാണ് എന്ന് ബാബാജി എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. பளிங்கு முகம் தான் துலங்கும், பன்னிரு விழிகளும் அருள் வழங்கும். பாலாய் பளிங்கு முகம் தான் துலங்கும், பன்னிரு விழிகளும் அருள் வழங்கும்.
സദ്ഗുരു ശ്രീ ശരവണ ബാബാജിയെ കുറിച്ച് സംസാരിക്കാൻ UK നിന്ന് 3 പേര് നമ്മളോടൊപ്പം ഉണ്ട്. Tell me about Babaji and your experience here. Sharana Baba. Firstly, humble salutations to the lotus feet of Satguru Sri Sharana Baba. We are incredibly blessed to be in Baba's birthplace, Sri Krishnapuram. We are representatives of the youth wing from the UK, and we have come here to serve Baba's mission, which is all about uplifting humanity and serving those most in need. We're here today serving thousands of people, distributing essential grocery items and essential items needed for livelihood. Swami's impact goes beyond just Kerala and India. It goes to the UK and beyond. Luckily, we are from the UK and we are part of the youth wing that Baba has established in the UK. He has established this place for us to pursue righteousness and has taught us wisdom through his words. Through his words, we have been lucky enough and with his guidance to do many charitable activities, and we hope to continue to spread his word through the younger generations to come. How could you know about Babaji and these Seva projects? With Baba, we've been lucky enough to meet him in the UK thereabouts 14 years ago when he first visited. Baba has transformed our life. He has shown us spirituality has many depths to it, and his words has taught us the importance of spirituality. So we learnt about religion, but also spirituality, so about ourselves within us and how important it is to grow the good within and spread that to everyone around us. About the temple and this madam. So this was actually my first time coming to Sri Krishnapuram in Palagad. It is tremendous. It's a beautiful, beautiful temple. I recommend everyone to come visit it. The spirituality that comes throughout, the holiness that radiates. I can see Baba's vision in everything inside this temple. I'm so grateful I had the opportunity. Thank you to Baba and thank you to my friends over here, as well as the UK Youth Wing as well, for me to get this opportunity to come to this temple. I definitely recommend it to grow your spirituality and to continue on this path of spirituality. About Kerala and your spiritual experiences about Kerala. Kerala, so we started off our journey in Guruvayur actually. And if you know Baba's journey started in Guruvayur. So it was a place that we really wanted to visit. And for me, a very special place because that was my first time. So if you know about Guruvayur, I'd recommend, if you don't know about Guruvayur, I'd recommend Googling it. But you should learn more about Baba and you would then learn about his history with Guruvayur. His journey as Baba started in Guruvayur as a young child. So it was a beautiful instance, and then we came to Sri Krishnapuram. Kerala's beauty transcends everything I've seen in the world. And Baba has made this place even more beautiful. So thank you, Baba. குருவே அன்னை, குருவே தந்தை, குருவே ஆசான், குருவே தெய்வம், குருவின் சன்னதி கொடுப்பது நிம்மதி, குருதான் எமக்கு எல்லாம். ஓம் சரவண பாபா, ஓம் சரவண பாபா, ஓம் சரவண பாபா. குருவே அன்னை, குருவே தந்தை, குருவே ஆசான், குருவே தெய்வம், குருவின் சன்னதி கொடுப்பது நிம்மதி, குருதான் எமக்கு எல்லாம். ഇന്നിപ്പോൾ ബാബാജിയുടെ 46ാം ജന്മദിനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. ഒരുപാട് പേർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണമൊക്കെ ചെയ്തു, അന്നദാനം ഉണ്ടായിരുന്നു. എന്താണ് ചേച്ചിയുടെ ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ? നല്ല അഭിപ്രായമാണ്. സ്വാമിജിയുടെ ഏറ്റവും വലിയ പുണ്യാണ്. അതെ, ജാതിമത ഭേദമന്യേ എല്ലാവരും വന്നു പോകുന്നു. അതൊന്നുമില്ല, എല്ലാവർക്കും ഒരേ തുല്യാവകാശം. സന്തോഷമുള്ളൂ. ഇനിയും കൊടുക്കാൻ നല്ല സ്വാമിക്ക് ഇത് കൊടുക്കും. അതെ, സ്വാമി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സ്വാമി പിന്നെ
പ്രസാദിച്ചിട്ട് എനിക്ക് 5 രൂപ തന്നിട്ടുണ്ട്. ഇപ്പോഴും വീട്ടിലിരിക്കുന്നുണ്ട്. ഉണ്ട്. സ്വാമി ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങളുണ്ടോ? നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ കാര്യവും ഉഷാറായിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ എത്ര വർഷമായി ചേച്ചി വരാൻ തുടങ്ങിയിട്ട്? 5 വർഷമായിട്ട് കണ്ടിന്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഈ 5 വർഷം വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? നല്ല മാറ്റങ്ങളുണ്ട്. എന്തുകൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടും കൊടുക്കൊന്നുമില്ല. സ്വാമിയുടെ എന്ത് സാധനം കൊണ്ടായാലും നമുക്ക് അവിടെ ബർക്കത്തായിരിക്കും. ആദ്യം അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് നടത്തുന്ന അനേക സേവന പ്രവർത്തനങ്ങൾ, അതിൽ ഇന്നത്തെ കണ്ടിട്ടുള്ള അന്നപൂർണ്ണ കിറ്റ്, എല്ലാ പലവ്യഞ്ജന സാധനങ്ങളും അടങ്ങി ഒരു വീട്ടിൽ വേണ്ടുന്ന സാധനങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അന്നപൂർണ്ണ കിറ്റ് നൽകുന്നു. അതേപോലെ തന്നെ ഗോദാനം, തൊഴിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ വേണ്ടി അമ്മമാർക്ക് ഗോദാനം ചെയ്യും. അതേപോലെ തന്നെ തുന്നൽ മെഷീൻ വിതരണം, ഓരോ കുടുംബത്തിനും തുന്നൽ മെഷീൻ വിതരണം നൽകി. അതുപോലെ അശ്വനായ രോഗികൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് മരുന്ന് കൊടുക്കുന്ന സംവിധാനം ശരണമഠത്തിലുള്ളതാണ്. ഡോക്ടർമാരെ കൊണ്ടുവന്നിരുത്തി അവർ ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് വേണ്ടുന്ന ഔഷധം കൂടി കൊടുക്കാനുള്ളത്. ആയുർവേദം, അലോപ്പതി, ഹോമിയോ തുടങ്ങിയ എല്ലാ മരുന്നുകളും കൊടുക്കുന്ന സംവിധാനമുണ്ട്. അതേപോലെ കുടിവെള്ളം പ്രധാന ഘടകം. വേനൽക്കാലം കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല. അപ്പോൾ എല്ലാ പല ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് സൗജന്യമായിട്ട് വേനൽക്കാലം മുഴുവനായിട്ടും സംഭാര വിതരണം. അതേപോലെ ഉത്സവങ്ങൾ നടത്തുന്ന ഉത്സവ കേന്ദ്രങ്ങളിൽ അവിടെ ഇതുപോലെ സംഭാര വിതരണം നടത്തും. അതേപോലെ ഭാവിയിൽ ഇവിടെ വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ജലക്ഷാമമാണ്. ഇത് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് അത് കാണാൻ പറ്റും. ശരണമഠത്തിന് ചുറ്റും അനേകം ക്ഷേത്ര കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പൂജയ്ക്കോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, അത് സംശുദ്ധമായ അവിടെ ഒരുക്കി അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ കുടിവെള്ള ആവശ്യത്തിന് വലിയൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. കിണറിൻ്റെ ആവശ്യമാണെങ്കിൽ കിണർ കുളം പോലെ വലുതാക്കി ഒരു ജലാശയം സംരക്ഷിച്ചുകൊണ്ട് കുടിവെള്ളം എടുക്കുമ്പോൾ തന്നെ ഭാവിയിൽ വരുന്നവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അനേകം ജലാശയങ്ങൾ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പല തറവാട് വീടുകളും ഇന്ന് ശോചനീയാവസ്ഥ നശിച്ചു പോകുമ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളും ആ സ്ഥലമൊക്കെ താണ്ടി ആ പ്രദേശം വാങ്ങിച്ചിട്ട് അവിടുത്തെ നാഗക്ഷേത്രങ്ങൾ സംരക്ഷിച്ചു. നാഗക്ഷേത്രങ്ങളും നാഗകാവുകളും ഒക്കെയാണ് ഇവിടുത്തെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക. അതൊക്കെ സമാജത്തിൽ പറയുമ്പോൾ വെറുതെ ഒരു കാര്യങ്ങൾ ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഉപരിപ്ലവമായ സംഭാഷണം മാത്രമല്ല, ആന്തരികമായി അതിൻ്റെ തലങ്ങൾ പ്രാവർത്തിക തലത്തിൽ വരുത്തിക്കൊണ്ടാണ് ബാബാജി പ്രവർത്തനം ചെയ്യാറ്. ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് സേവന പ്രവർത്തനം തന്നെ. ഇന്നിപ്പോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഏകദേശം 2300ഓളം ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. അതും ജാതിമത ഭേദമന്യെയാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രക്രിയ കാര്യങ്ങൾ? ബാബാജി പറയുന്നത് മനുഷ്യൻ ഇവിടെ വന്ന ശേഷമാണ് അവർ മതം സ്വീകരിക്കുന്നതും ജാതി സ്വീകരിക്കുന്നത്. ജനിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തൻ്റെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള വിവിധ മേഖലകളിൽ നമ്മൾ വിരാജിക്കുമ്പോൾ, അല്ലാതെ നമ്മുടെ കർമ്മക്ഷേത്രത്തിലായിക്കോട്ടെ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലായിക്കോട്ടെ, അതൊക്കെ വൈയക്തിപരമായ കാര്യമാണ്. സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാത്തെയും ഉൾക്കൊള്ളുക. അവിടെ ജാതി, മത, വർണ്ണ വ്യത്യാസമില്ലാതെ സമസ്ത ജനവിഭാഗങ്ങൾക്ക് സമൂലമായിട്ടുള്ള സമാന്തരമായിട്ടുള്ള സേവാ സഹായങ്ങൾ ചെയ്യുന്നു. നിങ്ങളത് കയറി കാണാൻ സാധിക്കും. ഈ മറ്റേ ക്ഷേത്രത്തിന് മുകളിൽ ഒരു മുസ്ലിം പ്രാർത്ഥനാലയം പോലെ അതിൻ്റെ മുകളിൽ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ക്രിസ്ത്യൻ ചർച്ച് പോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രത്തിന് മാതൃകയിൽ ഇതിന് മുകളിൽ കാണാം. കൂടാതെ ലോകത്തിലെ എല്ലാ മതചിഹ്നങ്ങളും ഇവിടെ വാർത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ജാതക ദോഷത്തിന് വേണ്ടി രാശി ചക്രം, പിന്നെ സാമ്പത്തിക പരാധീനം അനുഭവിക്കുന്ന അവരുടെ മോചനത്തിന് വേണ്ടി ലക്ഷ്മി ചക്രം ഇതൊക്കെ വെച്ചിവിടെ പൂജ നടത്തുന്നു. ഇതൊന്നും ആൾക്കാരെ കൊണ്ട് കമ്പനി ചെയ്തിട്ട് ചെയ്യുന്നതല്ല. വന്ന് തൊഴുത് നമുക്ക് വേണ്ടുന്ന അവിടെ പ്രസാദത്തോടെ കൊടുത്തിട്ട് പൂജ കഴിച്ചു പോകാം. സമാജത്തിൽ സ്വരൂപിക്കുന്ന സമ്പത്തിൻ്റെ ഒരു 40% സേവന പ്രവർത്തനം വേണ്ടി തന്നെ ഭാവന നീക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്യുന്നവരെ തെരഞ്ഞെടുക്കുന്നതൊക്കെ? ഏറ്റവും അർഹരായവരെയാണ് തെരഞ്ഞെടുത്ത് നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? പാലിയേറ്റീവ് രോഗികളെ നമ്മൾ നേരിട്ട് വീട് സന്ദർശിച്ച് അവർക്ക് കൊടുക്കും. ബാക്കി എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ പ്രസാദമായിട്ട് ആൾക്കാർ സ്വീകരിക്കുന്നത്. അതിൽ ഇടത്തരം താഴെ ആൾക്കാർ കൂടുതൽ വരിക. പക്ഷേ സ്വീകരിക്കാൻ ആര് വന്നാലും അവർക്കെല്ലാം പരിപാടിയായിട്ട് കുറ്റി കൊടുക്കും. ഓരോ തവണ ഇതിപ്പോൾ ഈ വർഷം ഒരു ദിവസത്തെ പരിപാടിയാണ്. സാധാരണ 3, 4, 5 ദിവസത്തെ പരിപാടികളുണ്ടാവും. ആ സമയത്തൊക്കെ തന്നെ 5000, 6000 പേര് പെർ ഡേ വെച്ചിട്ട് ഇതേ രീതിയിൽ കൊടുക്കാറുണ്ട്. മുരളി കൃഷ്ണ സ്വാമി ശരവണനേ, ലക്ഷ്മി അമ്മൾ പുതൽവനെ ഭക്തവത്സല. ചെറുപ്പകാലത്തെ സിദ്ധിപൂർവമായ പല കാര്യങ്ങളും സ്വാമിയുടെ ചുറ്റുപാടുമുള്ളവർക്ക് അനുഭവവേദ്യമാണ്. ഒരു ചെറുപ്രായം കഴിഞ്ഞ് ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം തന്നിൽ തുറന്നുപോയി കിടക്കുന്ന ആത്മീയ ശക്തിയെ തിരിച്ചറിയുകയും അദ്ദേഹത്തിന് പല ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ലഭ്യമാവുകയും ചെയ്ത അവസരത്തിൽ അദ്ദേഹം ആധ്യാത്മിക തലങ്ങളിലേക്ക് പ്രയാണിച്ചു. സമാജത്തിൽ അനേകം വ്യക്തികളെ തൻ്റെ പദശക്തിയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് അവർക്ക് ശാന്തിയും സമാധാനവും നൽകി ജീവിതത്തിലെ നല്ല നേരായ മാർഗം കാഴ്ചവെച്ച്
ഇവിടെ എല്ലാവരുടെയും അറിയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതി തുറന്നു വരികയും ചെയ്തു. മാനവ സേവ മാധവ സേവ, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ജനങ്ങളെ സേവിക്കുന്നത് എന്നാണ്. വേദനിക്കുന്നവനെ കൈപിടിച്ചുയർത്തുക എന്നുള്ളത് ഈശ്വര സേവയാണ്. പഴയ തമിഴ് സിനിമയിലെ ഒരു രംഗമുണ്ട്. 2 സഹോദരന്മാരാണ്. ഒരാൾ ശ്രീകോവിലിനകത്ത് പോയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹത്തിൽ പാല് അഭിഷേകം ചെയ്യുന്നു. അനിയൻ പുറത്ത് വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് പാല് കുടിക്കാൻ കൊടുക്കുന്നു. ഇത് രണ്ടും എന്താണ്? മാധവ സേവ തന്നെയാണ്. ഇത് രണ്ടും ഈശ്വര പ്രാർത്ഥനയാണ്. ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ സ്വാമിജിയുടെ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനുമെല്ലാം. ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം പറയാവോ? 20 വർഷത്തിന് ഇപ്പുറം ഞാൻ കാഴ്ച കുറഞ്ഞു വന്ന ആളാണ്. അവിടുന്ന് കൂടി ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അതേമാതിരി എനിക്ക് ദർശനം കിട്ടിയിട്ടുണ്ട്. സ്വാമി എല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് അതുകൊണ്ട് ഇന്ന് വരെ ഒരു ദോഷമില്ല, നല്ലതുണ്ടായിട്ടുള്ളൂ. എല്ലാ വർഷവും സ്വാമിയുടെ അനുഗ്രഹവും പിന്നെ ഇതൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ടാണ് സ്വാമിയെ കാണുന്നത്. എന്തായാലും സ്വാമിയുടെ 46ാം ജന്മദിനമാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. സ്വാമിക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടും സ്വാമിക്ക് 1 കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് സ്വാമി ഇനിയും സ്വാമി മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വാമിക്ക് ഉണ്ടാവട്ടെ. സ്വാമിയുടെ അനുഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ 16 വർഷമായിട്ട് വരുന്നുണ്ട്. 16 വർഷമായിട്ട് ഈ മഠമായിട്ട് ആശ്രമിച്ചിട്ട് ഇപ്പോൾ കുഞ്ഞുസ്വാമി ഇവിടെ വന്ന് ഇത് തൊട്ട് നമുക്കറിയാം. ഇവിടെ നല്ല സ്ഥലം ഇവിടെ വന്ന ജനങ്ങളുടെ പ്രീതിയേടി ഞങ്ങൾക്ക് ഇവിടെ സഹായം ചെയ്ത് കൊടുത്ത് സകല വിധത്തിലും നന്മയുടെ ചെയ്ത ഒരു സന്യാസിയാണ്. ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും ആ മഹാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ പല ആൾക്കാർക്കും പല സാധുക്കൾക്കും നന്മ ചെയ്ത് കൊടുത്ത് നല്ല ചെയ്ത് കൊടുത്ത് അത് രക്ഷപ്പെടുത്തി കുടുംബം വെച്ച് കൊടുത്ത് എല്ലാം സഹായം ചെയ്ത് കൊടുത്ത സ്വാമിയുടെ ആശ്രമമാണിത്. ഇവിടെ ഞങ്ങൾ വരും, ഞങ്ങൾക്ക് അതൊരു കിട്ടുന്നുണ്ട്. അതിന് വിവാദം കിട്ടുന്ന വന്ന് ഞങ്ങൾ ദിവസം തങ്ങും, പങ്കുകൊടും പോകും. ഇപ്പോഴും 5-8 വർഷമായിട്ട് ഇവിടെ ഇല്ല. ഇല്ലാത്തതിൻ്റെ വർഷം വന്ന് ഞങ്ങൾക്ക് മധുരപലഹാരങ്ങളും ആപ്പിളും മന്തിരിയും എല്ലാം ഇവിടെ ഞങ്ങൾക്ക് വെച്ചെന്ന് നമുക്ക് ദക്ഷിണ തന്നെ ഞങ്ങൾ മാന്യമായിട്ട് ഇവിടുത്തെ 16 വരെയും 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് ഇപ്പോൾ പോകുന്നത്. എന്നാലും വരും ആ മതത്തിൻ്റെ ഇതിനും ആ ചൈതന്യത്തിന് കാണാൻ വേണ്ടി ഇവിടെ വരും, ഇവിടെ വന്ന് താമസിക്കും, ആ പങ്കുകളിലും സഹകരിക്കും, ഞങ്ങൾ പോകും. മാത്രമേ ബാബാജിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ മോളെ, ത്യാഗത്തിൻ്റെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തിയും സഹനശക്തിയും ക്ഷമയും അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾക്കും ഉന്നതമായ മനസ്സാധ്യതയുള്ള ഒരാളാണ്. ത്യാഗങ്ങൾ ഒത്തിരി അനുഭവിച്ചാണ്, ബുദ്ധിമുട്ട് അനുഭവിച്ചാണ്. എങ്കിലും അതുപോലെ അനുസരിച്ച് മറ്റുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുത്ത് ത്യാഗസമ്പന്നമായ ഒരു പോക്കാണ് പുള്ളി ഇവിടെ പോയിരുന്നത്. ഈ ഒരു ഫൗണ്ടേഷന്റെ കീഴിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ? ഈ പ്രവർത്തനം തന്നെയാണ് എല്ലാവരും നടക്കുന്നത്. കോഴിക്കോട് മയിലാടുംകുന്ന് എന്ന സ്ഥലത്ത് അവിടെ ഒരു പഴനി ക്ഷേത്ര സമാനമായിട്ടുള്ള ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതിന് പഴനി മലയിൽ നിന്നുള്ള തന്ത്രിമാരാണ് പ്രതിഷ്ഠ നടത്തിയത്. അവിടുത്തെ ഒരു പ്രതിഷ്ഠ തന്നെയാണ് അവിടെ കൊണ്ട് വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത്. അതിന് മേൽപ്പഴനി എന്ന് പേരുണ്ട്, നാമകരണം ചെയ്തു. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചും ആത്മീയ പരിപാടികൾ നടക്കാറുണ്ട്. ഒപ്പം തന്നെ സേവന പ്രവർത്തനങ്ങൾ.
അതുപോലെ ബാബാജിക്ക് വിദേശത്തും സ്വദേശത്തുമായിട്ട് അനേകം മഠങ്ങളുണ്ട്. അവിടെയൊക്കെ നടക്കുന്നതും പ്രവർത്തനങ്ങളിൽ ഇതിന് കൂടുതൽ പ്രചാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വാമിജി വലിയ പ്രാമുഖ്യം നൽകാറില്ല. ആ സേവാസഹായം എത്തിക്കുന്നത് എല്ലാവരും അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, അത് കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഇടത് കൈ കൊണ്ട് വലത് കൈ അറിയരുത് എന്ന നിലയ്ക്കുള്ള സേവന പ്രവർത്തനം അവിടെ നടക്കാറ്. സമാജത്തിൽ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം സേവാസഹായം ഉള്ളത്, ലഭ്യമാണെങ്കിൽ അവർ അറിയണമല്ലോ, അതിനുവേണ്ടി മാത്രമേ നമ്മൾ ഇത്തരം മറ്റേ മാധ്യമങ്ങളെ ആശ്രയിക്കാറ്. ശ്രീ ശരവണ ബാബാജിയെ കുറിച്ച് എന്താണ് പറയുന്നത്? ശരവണ ബാബ, ഞാൻ ഇവിടെ വന്നത് വേറെ പൊതു രംഗങ്ങളിൽ പല സ്ഥലത്തും പ്രവർത്തിച്ച വ്യക്തിയാണ്. അവിചാരിതമായിട്ടാണ് ബാബാജി അടുത്ത് വന്നത്. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് ആൾക്കാർക്ക് സേവാസഹായം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായം ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് സ്വീകരണം അവിടെ വലിയ പ്രോഗ്രാമൊക്കെ വെച്ചിരുന്നു. അതിനോട് വന്ന് ഞങ്ങൾ 8-10 പേര് ഇവിടെ വന്ന സമയത്ത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന രീതികൾ, ആരാധന മൂർത്തികൾ, പൂർവികർ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളടുത്ത് അങ്ങോട്ട് ചോദിക്കാത്തതിന് ഇങ്ങോട്ട് പറയുമ്പോൾ എല്ലാവരും അതിശയോക്തിയോട് കേട്ടു. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടെ എന്നെ ആരാധിക്കലല്ല, അദ്ദേഹം വ്യക്തി ആരാധന വെച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഗുരുസ്ഥാനി എന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന നാമത്തോടുകൂടി ആദി ഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തി തൊട്ട് ശങ്കരാചാര്യ വരെയും, ശങ്കരാചാര്യ തൊട്ടിട്ട് ഇന്ന് നമ്മൾ ആരാധിക്കുന്ന നമ്മളുടെ വീട്ടിൽ കുടുംബങ്ങളൊക്കെ ആരാധിക്കുന്ന ഗുരുക്കൾ വരെയും നിൽക്കുന്ന ഈ ഗുരു പരമ്പരയെ നമ്മൾ സ്മരിക്കുക, അവർ ചെയ്ത നല്ല മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ നമ്മുടെ ഭൗതിക ജീവിതം മാത്രം ആത്മീയതയും ഭൗതികതയും ഓർത്തിണക്കിക്കൊണ്ട് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴേ ധർമ്മബോധം സമാജത്തിലുണ്ടാവുള്ളൂ. അത് ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രശ്നമാണ് നമുക്ക് വളർത്താറുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സേവാ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചുമതല ഏൽപ്പിച്ചു. അപ്പോൾ ഞാനിവിടെ 10 വർഷമായി ഇവിടുത്തെ സേവാ പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. എന്നെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന 5-8 പേര് ഈ മഠത്തിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കുറച്ച് പൂജാരിമാർ, ഞാൻ ഇവിടുത്തെ പ്രവർത്തന സംവിധാനം. പിന്നെ ധാരാളം ജനങ്ങൾ വരും. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ വന്നിട്ട് ആരാധിച്ച നടത്തിപ്പോയാലും തിരിച്ചു പോകണം. താമസ സൗകര്യമില്ല, സന്യാസി വര്യന്മാർ മാത്രം, അവർക്ക് താമസ സൗകര്യം എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ട് കൈകൾ ചെയ്തു കൊടുക്കുന്നത്. അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഒരുപാട് പേർക്കുള്ള അന്നദാനങ്ങൾ നൽകുന്നത്. അന്നദാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നദാനം കിറ്റ് കൊടുക്കലല്ല, വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക. നമ്മൾ സമാജത്തിൽ ഇന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അന്നമാണ്. സമ്പത്ത് കൊടുക്കട്ടെ, വേറെ ഭൗതിക സംവിധാനം എന്ത് കൊടുക്കട്ടെ, അത് കിട്ടിയാൽ അടുത്ത് എന്ത് കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ അന്നം കൊടുത്ത് വയറ് നിറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു സംഭവം അന്നം മാത്രമേ ഉള്ളൂ. വിശക്കുന്ന വയറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നമില്ലാതെ പോകില്ല. അത് 3 നേരം അന്നദാനമുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നടത്തുന്നുണ്ട്. എല്ലാ വർഷവും സ്കൂളിൽ 1ാം സ്ഥാനം നേടിയവർക്കും അല്ല മറ്റുള്ള കലാകാരന്മാർക്കും മറ്റുള്ള വ്യക്തികൾക്കും സഹായിച്ചു കൊടുക്കുകയും എത്രയോ കുടുംബങ്ങൾക്ക് കഴിഞ്ഞു പോകുന്നുണ്ട്. ഡെയിലി ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട് എത്രയോ കുടുംബങ്ങൾ. ഈ ഒരു ആശ്രമം കൊണ്ട് അനവധി കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പുണ്യമാണ്. കാരണം മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത ഒരു അവസ്ഥ, മറ്റൊരു ആശ്രമങ്ങളിൽ ഇത്രയില്ല. അവരെ ആശ്രമം വെച്ച് കാശുണ്ടാക്കുന്ന ഇവരതല്ല. ആശ്രമങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ, കാരണം ഇവിടെ തന്നെ എപ്പോഴും 10-150 ജോലിക്കാരുണ്ട്. അത്രയും വീട് ഡെയിലി വന്നിട്ട് സഹായം കൊടുക്കുന്ന ഒരവസ്ഥ ഉള്ളത്. അതുപോലെ നന്മ ആശ്രമങ്ങളിൽ കിട്ടില്ല, ക്ഷേത്രങ്ങളിൽ ഉണ്ടാകത്തുമില്ല. പ്രശ്നമുണ്ടോ? അതിന് പുണ്യം ഇവിടെ ഉണ്ടാവും എന്നുള്ള ധാരണ ഞങ്ങൾ കഴിയണം. ഗുരുവേ അന്നൈ ഗുരുവേ തന്തൈ ഗുരുവേ ആസാ ഗുരുവേ ദൈവം ഗുരുവിൻ സന്നതി കൊടുപ്പത് നിമ്മതി ഗുരുദാൻ എമക്ക് എല്ലാം. ഓം ശാന്തി.